നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഫീച്ചറിനെ കുറിച്ച് ആദ്യം പറയാം. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് മറ്റുള്ള ക്രിയേറ്റേഴ്സിന്റെ അക്കൗണ്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നതിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നമ്മൾ ആരുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഫൈലിൽ വരികയും അവരുടെ ഓഡിയൻസ് കൂടെ നമ്മുടെ വീഡിയോകൾ കാണുകയും നമ്മുടെ പ്രൊഫൈലിലേക്ക് അവർ വരികയും അതിലൂടെ നമ്മുടെ പേജിന്റെ വിസിബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യും. ഇതേപോലൊരു ഫീച്ചർ യൂട്യൂബിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് യൂട്യൂബിൽ നമുക്ക് മറ്റ് ക്രിയേറ്റേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊളാബ് ചെയ്യാനുള്ള ഒരു സൗകര്യം യൂട്യൂബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു പുതിയ ഫീച്ചർ ഇപ്പോൾ യൂട്യൂബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുതുതായിട്ട് ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുന്നവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു റീച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് പീരീഡിലാണ്. അധികം താമസിക്കാതെ ഒരു പക്ഷേ ഇത് റോൾ ഔട്ട് ചെയ്തേക്കാം. റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുള്ള ഒരു ചാനൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ചാനലാണ്. ഈ ചാനൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതിന്റെ വീഡിയോ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവർ ലാസ്റ്റ് ഇട്ട വീഡിയോ 4 ദിവസം മുമ്പ് ഇട്ട വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോർമലായിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഈ വീഡിയോയുടെ താഴേക്ക് നോക്കി കഴിയുമ്പോൾ, അതായത് ഈ ലൈക്ക് ബട്ടന്റെ മുകളിലായിട്ട് നോക്കി കഴിയുമ്പോൾ മിസ്റ്റർ ബീസ്റ്റ് ആൻഡ് 3 മോർ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടിയിലായിട്ട് ഇങ്ങനെ ഒരു 3-4 ചാനലുകളുടെ ലിസ്റ്റ് വരും. കൊളാബറേറ്റേഴ്സ് ആണിത്. അതായത് മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ ഒരു വീഡിയോയിലുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലുമായിട്ട് കൊളാബ് ചെയ്തിരിക്കുന്ന ചാനലുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ വീഡിയോ സെക്ഷനിലേക്ക് പോവുകയാണ്. ഈ ചാനലിലെ വീഡിയോ സെക്ഷനിൽ മിസ്റ്റർ ബീസ്റ്റിന്റെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കൊളാബറേറ്ററിന്റെ ചാനലിൽ ഒന്ന് പോയി നോക്കാം. ഈ ചാനലിലും ആ വീഡിയോ ഉണ്ടോ നോക്കാം. ഇവിടെയും മിസ്റ്റർ ബീസ്റ്റിന്റെ ആ ഒരു വീഡിയോ കാണിക്കുന്നില്ല. അതായത് ഇപ്പം ഈ ഒരു ഫീച്ചറിൽ നമ്മൾ മറ്റ് ചാനലുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്താലും നമ്മുടെ വീഡിയോ അവരുടെ ചാനലിന്റെ ആ ഒരു ഹോം പേജിലേക്കോ അവരുടെ പ്രൊഫൈലിലേക്കോ പോകുന്നില്ല. പക്ഷെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി ഇവിടെ വർദ്ധിക്കും. അതായത് ആ ചാനലിന്റെ ആ പേരും അതേപോലെ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണും ആ ഒരു ചാനലിലേക്ക് പോകാനുള്ള ലിങ്കും ഒക്കെ തന്നെ ഈ ഒരു വീഡിയോയുടെ, അതായത് ഇപ്പോൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ചാനൽ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷന്റെ താഴെയായിട്ട് ഇതേപോലെ ഷോ ചെയ്യും. ഇത് പുതിയ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടിപൊളി അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പഴയ ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആവും. ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതേപോലുള്ള ഒരു വിസിബിലിറ്റി. ഇപ്പം മിസ്റ്റർ ബീസ്റ്റ് പോലുള്ള ഒരു ചാനലിൽ ഇങ്ങനെ 4 ചാനലുകൾ അല്ലെങ്കിൽ 3 ചാനലുകൾ ഇതേപോലെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റീച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് കിട്ടാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സ് ഏത് ലെവലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതേപോലെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫീച്ചറിലൂടെ യൂട്യൂബ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫീച്ചർ റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മുടെ ഒരു ചാനൽ നല്ല രീതിയിൽ റീച്ചുള്ള ചാനലാണ്. നമ്മുടെ ആ ചാനലിലെ ഓഡിയൻസിനെ നമ്മുടെ അടുത്ത ചാനലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ പുതിയ ചാനലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിനെ അവിടേക്ക് നമുക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റും. അപ്പം പല പ്രയോജനങ്ങൾ പല രീതിയിൽ ക്രിയേറ്റേഴ്സിന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഫീച്ചറൊക്കെ ഏകദേശം ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റാ കൊളാബിന്റെ ആ ഒരു ഫീച്ചറൊക്കെ പോലെയാണ് വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ അവരുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ യൂട്യൂബിൽ ആരെയാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഫൈലിലേക്ക് നമ്മുടെ വീഡിയോ പോകത്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അതിലും യൂട്യൂബ് മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ക്രിയേറ്ററുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ച് നമ്മുടെ ചാനലിലേക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.